Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറയും. അതിൽ പ്രഭുപാദിന്റെ മുതിർന്ന ഭക്തന്മാരും അദ്ദേഹവും ആയിട്ടുള്ള ഇടപഴകൽ അതാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ പാരഗ്രാഫായിട്ടാണ് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോവർക്കും അവരുടെ ജീവിതത്തിൽ പ്രഭുപാദുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു ഇത് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ഡിവോട്ടി യദുബര പ്രഭു എന്ന് പറഞ്ഞൊരു ഭക്തനാണ്. ഇപ്പൊ ലാസ്റ്റ് പ്രഭുപാദിന്റെ ഒരു മൂവിയൊക്കെ എടുത്ത അദ്ദേഹമാണ് യദുബരദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രഭുപാദ് പോകുന്ന സ്ഥലത്തെല്ലാം പോയി പ്രഭുപാദിന്റെ വീഡിയോസും ഇതെല്ലാം എടുത്തിട്ടുള്ള ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്കിപ്പോൾ പ്രഭുപാദിനെ പലവട്ടവും ഈ വീഡിയോസിലായിട്ടൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം യദുബര പ്രഭു ഒരു വട്ടം പ്രഭുപാദിനോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹത്തിന് എന്തോ അസുഖം ബാധിക്കുകയും ചെയ്തു. അപ്പം അത് കാരണം അദ്ദേഹത്തിന്റെ ശരീരം വെയിറ്റ് എല്ലാം കുറഞ്ഞ് വളരെ മെലിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് തിരിച്ച് മടങ്ങിപ്പോയി. അപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് അദ്ദേഹം അസുഖത്തിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി ചില സ്പെഷ്യൽ ഡയറ്റ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇന്ന രീതിയിലുള്ള ഫുഡ് ഒക്കെ ഇതായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ പ്രഭുപാദ് അമേരിക്കയിലേക്ക് വന്ന സമയത്ത് ഒരു മോർണിംഗ് വാക്കില് ഈ യദുബര പ്രഭു ഉണ്ടായിരുന്നു പ്രഭുപാദിനോടൊപ്പം, തമാൽ കൃഷ്ണ മഹാരാജും ഉണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ യദുബര പ്രഭുവിന്റെ അസുഖവും മാറിയില്ല, പക്ഷെ അദ്ദേഹം വളരെയധികം മെലിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ പ്രഭുപാദ് ഇവരെ കണ്ടു, ഇവരെ നോട്ടീസ് ചെയ്തു, ഇവരുടെ ഈ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന നോട്ടീസ് ചെയ്തു. എന്നിട്ട് ഈ മോർണിംഗ് വാക്ക് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജ് ഇങ്ങനെ പ്രഭുപാദിനോട് ചോദിച്ചു, ഇപ്പം ഡിവോട്ടീസ് ചില സ്പെഷ്യൽ ഡയറ്റ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട് പ്രഭുപാദ്, അത് അസുഖമൊക്കെ മാറാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഡയറ്റ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ കുറച്ച് അവർ ഇങ്ങനെ സംസാരിച്ചു, പ്രഭുപാദും മറ്റവരിങ്ങനെ സംസാരിച്ചു പോയി. അപ്പം യദുബര പ്രഭുവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പ്രഭു ഇങ്ങനെ പ്രഭുപാദിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം പ്രഭു ഇങ്ങനെ പറഞ്ഞു, ബട്ട് ദീസ് ഡയറ്റ്സ് ആർ യൂസ്ലെസ് പ്രഭുപാദ് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു സ്പെഷ്യൽ ഡയറ്റ്സുകളൊക്കെ യഥാർത്ഥത്തിൽ പ്രയോജനം ഇല്ലാത്തതാണ് എന്നിങ്ങനെ പ്രഭുപാദിനോട് അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് പ്രഭുപാദ് അവിടെ നിന്നു, നടക്കുന്ന പ്രഭുപാദ് നിന്നിട്ട് യദുബര പ്രഭുവിന്റെ കണ്ണിലേക്ക് നോക്കി കുറച്ചുനേരം ഇങ്ങനെ നിന്നു. അപ്പോൾ പ്രഭുപാദ് എന്തെങ്കിലും സംസാരിക്കാൻ പോകുമ്പോഴത്തെ എല്ലാവരും ചുറ്റും കൂടും, എന്താണ് പ്രഭുപാദ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡയറ്റ്സ് ആണോ യൂസ്ലെസ് അതോ നീ ആണോ യൂസ്ലെസ് എന്ന് ചോദിച്ചു. ഇങ്ങനെ പ്രഭുപാദ് ചോദിച്ചു. അപ്പം ഒന്ന് സ്ട്രക്ക് ചെയ്ത ഇതായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ പ്രഭുപാദ് നടക്കാനായിട്ട് തുടങ്ങി. അപ്പം അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത്, നമ്മൾ ആധികാരികമല്ലാത്ത കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ പറയും ആ ആധികാരികമല്ലാത്ത കാര്യങ്ങൾ പ്രയോജനമില്ലാത്തതാണെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ശരിയായിട്ട് അവധാനതയോടുകൂടി കാര്യങ്ങൾ ആചാര്യന്മാരിൽ നിന്നും അതോറിറ്റേറ്റീവിൽ നിന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളാണ് യൂസ്ലെസ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമായിട്ട് ഫോളോ ചെയ്തിട്ട് പിന്നെ അത് പ്രയോജനമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ യഥാർത്ഥ ആ ഒരു അതോറിറ്റി ലെവലിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യും. പ്രഭുപാദും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നുകിൽ സ്പിരിച്വൽ അതോറിറ്റി അല്ലെങ്കിൽ മെറ്റീരിയൽ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം വേണം നമ്മൾ ചെയ്യാനെന്നുള്ള കാര്യം പ്രഭുപാദ് പറയുന്നു. അപ്പൊ അത് പ്രഭുപാദ് അവിടെ നമുക്ക് കാണിച്ചു തരാണ്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് യൂസ്ലെസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ യൂസ്ലെസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, വെറുതെ ഫോളോ ചെയ്ത് പിന്നെ അത് കളയും, പിന്നെ ഫോളോ ചെയ്യും, അങ്ങനെ കളയുന്നത് എന്നുള്ളത് പ്രഭുപാദ് അവിടെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു എന്ന്